2024 T20 വേൾഡ് കപ്പ് നമ്മുടെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. നീണ്ട 11 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യ വീണ്ടും ഒരു ICC കിരീടം സ്വന്തമാക്കി. T20 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ശക്തമായ പോരാട്ടം കണ്ട ഫൈനലിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിനാണ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റിന് 176 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 8 വിക്കറ്റിന് 169 റൺസാണ് നേടാനായത്. ഫൈനലിൽ ഇതുവരെ ഫോമിലല്ലാതിരുന്ന വിരാട് കോഹ്ലി ഇന്ത്യയുടെ രക്ഷകനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാന ഓവർ പന്തെറിഞ്ഞത് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ഹീറോയായി മാറി. ഇന്ത്യയുടെ ലോകകപ്പ് കിരീട നേട്ടത്തിൽ കയ്യടിയും അഭിനന്ദനവും അർഹിക്കുന്നവർ ഏറെയുണ്ടെങ്കിലും ഇന്ത്യയുടെ ഭാഗ്യതാരമെന്ന് വിളിക്കാവുന്നത് ആരെയാണ്? അത് ഒരു മത്സരം പോലും കളിക്കാത്ത നമ്മുടെ സഞ്ജു സാംസണാണ്. ഇന്ത്യയുടെ ലോകകപ്പ് കിരീട നേട്ടങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ സഞ്ജു എന്തുകൊണ്ട് ഭാഗ്യതരമാകുമെന്ന് വ്യക്തമാവും. ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോഴെല്ലാം ടീമിലൊരു മലയാളി ഉണ്ടായിരുന്നു. മലയാളിയില്ലാതെ കളിച്ച ഒരു ലോകകപ്പിലും ഇന്ത്യ കപ്പ് നേടിയിട്ടില്ലെന്നതാണ് ചരിത്രം. ഈ ഭാഗ്യത്തിൽ വിശ്വസിച്ചാണ് മനസ്സില്ലാ മനസ്സോടെ സഞ്ജു സാംസണെ ഈ ലോകകപ്പ് ടീമിൽ പരിഗണിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇന്ത്യക്ക് ഗുണകരമായി മാറിയെന്ന് ഇപ്പോൾ വ്യക്തമാണ്. 1983 കപിൽ ദേവിൻ്റെ ചെകുത്താന്മാർ കന്നി ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് നേടിത്തരുമ്പോൾ അവിടെ ഒരു മലയാളി സാന്നിധ്യമുണ്ടായിരുന്നു. സുനിൽ വത്സനായിരുന്നു അത്. ഇന്ത്യൻ ടീമിലെ 12ാമനായ സുനിലിന് ഒരു മത്സരം പോലും കളിക്കാൻ അവസരം ലഭിച്ചില്ല. എന്നാൽ ടീമിലെ ഭാഗ്യതാരമായി മലയാളിയായ സുനിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീടൊരു മലയാളി ലോകകപ്പ് ടീമിലെത്താൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നു. ഈ ഇടവേളയിലൊന്നും ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ സാധിച്ചില്ല. ഒടുവിൽ 2007 മലയാളി പേസറായി ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ ഇടം നേടി. പ്രഥമ 2020 ലോകകപ്പ് MS ധോണിക്ക് കീഴിൽ ഇന്ത്യ നേടുമ്പോൾ ടീമിൻ്റെ മുഖശ്രീയായി ശ്രീശാന്ത് ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ നിർണായക മത്സരത്തിൽ ഇന്ത്യയെ ജയിപ്പിച്ചതിന് പിന്നിൽ ശ്രീശാന്തിൻ്റെ മികവ് എടുത്തു പറയേണ്ടതായിരുന്നു. ഫൈനലിൽ ഇന്ത്യയുടെ വിജയം തീരുമാനിച്ച ക്യാച്ച് നേടിയതും ശ്രീശാന്തായിരുന്നു. 2011 ഇന്ത്യ ഏകദിന ലോകകപ്പ് നേടിയപ്പോഴും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാൻ 3 മലയാളികൾക്ക് സാധിച്ചെങ്കിലും കളിക്കാൻ ഭാഗ്യം ലഭിച്ചത് ശ്രീശാന്തിന് മാത്രമാണ്. പിന്നീട് നടന്ന ലോകകപ്പുകളിൽ മലയാളി താരങ്ങളില്ലായിരുന്നു. ഈ ലോകകപ്പുകളിലൊന്നും ഇന്ത്യക്ക് കിരീടത്തിലെത്താൻ സാധിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിലായി വീണ്ടും ഒരു മലയാളി താരത്തെ ഇന്ത്യ പരിഗണിച്ചു. അത് സഞ്ജു സാംസണായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇന്ത്യ ലോകകപ്പ് നേടിയിരിക്കുന്നു. വരുന്ന ലോകകപ്പുകളിലും ഇന്ത്യ മലയാളി താരങ്ങളെ പരിഗണിക്കേണ്ടതായി ഉണ്ട്. മലയാളി താരങ്ങളെ വളർത്താതെ ഇന്ത്യക്ക് ലോകകപ്പ് നേടാൻ ഭാഗ്യം ഉണ്ടാവില്ലെന്നാണ് ചരിത്രം പറയുന്നത്. ഇനിയൊരു ലോകകപ്പ് കളിക്കാൻ സഞ്ജു സാംസണ് ഭാഗ്യം ലഭിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഏകദിന ലോകകപ്പാണ് ഇനി നടക്കാനുള്ളത്. അതിൽ സഞ്ജു ഉൾപ്പെടുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്ത്യ ലോകകപ്പ് നേടാൻ മലയാളി സാന്നിധ്യം അത്യാവശ്യമാണെന്നത് മുൻകണക്കുകൾ പറയുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ മലയാളി ഇല്ലാതെ ഇന്ത്യ ഒരു ലോകകപ്പ് നേടേണ്ടിയിരിക്കുന്നു. അതിന് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ത്യയുടെ തലയെടുപ്പുള്ള നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊരു ലോകകപ്പ് കൂടി എത്തിയിരിക്കുകയാണ്. പല കാരണങ്ങളാൽ ഇത്തവണത്തെ ലോകകപ്പ് ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. കിരീട നേട്ടത്തോടെ രാഹുൽ ദ്രാവിഡിന് യാത്രയയപ്പ് നൽകാൻ ഇന്ത്യക്കായി. ലോകകപ്പ് നേട്ടത്തോടെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ലോകകപ്പ് വിജയത്തിൽ അദൃശ്യ സാന്നിധ്യമായി മറ്റൊരു വ്യക്തിയുടെ പങ്കും പറയേണ്ടതുണ്ട്. ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമല്ലെങ്കിലും മുൻ ഇതിഹാസ നായകൻ MS ധോണിയുമായി ഈ ലോകകപ്പ് നേട്ടത്തിന് ഒരു ബന്ധമുണ്ടെന്ന് കാണാം. ഈ T20 ലോകകപ്പിൽ മാത്രമല്ല, ഏകദിന T20 ഫോർമാറ്റുകളിലായി ഇന്ത്യ ഇതുവരെ സ്വന്തമാക്കിയ 4 കിരീട വിജയങ്ങളിലും ധോണിയുടെ സാന്നിധ്യം നമുക്ക് കാണാം. ഇത് എങ്ങനെയാണ് എന്ന് നോക്കാം. ധോണിയുടെ ജേഴ്സി നമ്പർ ഏറെ പ്രശസ്തമായ 7ാം നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്തവണ T20 ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയതും 7 റൺസിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തിന് പിന്നിലും ധോണിയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പിച്ച് പറയാം. 2 വീതം ഏകദിന T20 ലോകകപ്പുകളിലാണ് ഇന്ത്യ ഇതുവരെ ജേതാക്കളായത്. 1983 ഇതിഹാസ ഓൾറൗണ്ടർ കപിൽ ദേവിന് കീഴിൽ ഇന്ത്യ ആദ്യമായി വിശ്വവിജയികളായത്. അന്ന് ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ നടന്ന കലാശക്കളിയിൽ ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരായി വിലസിയ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തായിരുന്നു കപിലും സംഘവും ലോകത്തെ ഞെട്ടിച്ചത്. 43 റൺസിൻ്റെ ആധികാരിക വിജയമാണ് കപിലിൻ്റെ ചെകുത്താന്മാർ സ്വന്തമാക്കിയത്. ഈ വിജയവും ധോണിയുമായി ഒരു ബന്ധമുണ്ട്. കാരണം ഇന്ത്യയുടെ വിജയ മാർജിനായ 43 റൺസ് എന്ന നമ്പറിനെ കൂട്ടിയാൽ ലഭിക്കുക ധോണിയുടെ ജേഴ്സി നമ്പർ തന്നെയാണ്.
1983 ആ ലോകകപ്പ് മുതലാണ് ധോണിയും അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറായ 7 ഇന്ത്യയുടെ ഭാഗ്യ നമ്പറായി മാറിയത്. അതിനുശേഷം ഇന്ത്യയെ ലോകകപ്പ് വിജയങ്ങളിലേക്ക് നയിക്കാനുള്ള ചുമതല 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ ധോണിക്കായിരുന്നു. 2007 സൗത്ത് ആഫ്രിക്ക വേദിയായ പ്രഥമ T20 ലോകകപ്പിൽ 7-ാം നമ്പർ ജേഴ്സിക്കാരനായ ധോണിക്ക് കീഴിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചു. ആവേശകരമായ ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെ മറികടന്നാണ് ധോണിയും സംഘവും കന്നി 2020 ലോകകപ്പിൽ മുത്തമിട്ടത്. ജാർഖണ്ഡിൽ നിന്നുമുള്ള ഈ നീളൻ മുടിക്കാരനെ ലോകം ശ്രദ്ധിച്ചതും ഈ വിജയത്തിന് ശേഷമായിരുന്നു. അതിനുശേഷം ഇന്ത്യയെ വീണ്ടും ഒരു ലോകകപ്പ് നേട്ടത്തിലേക്ക് നയിച്ച് 7-ാം നമ്പർ ജേഴ്സിയും ധോണിയും ഒരിക്കൽ കൂടി ഭാഗ്യം കൊണ്ടുവന്നു. 2011 ഏകദിന ലോകകപ്പിലാണ് ധോണിക്ക് കീഴിൽ ഇന്ത്യ വിജയക്കൊടി പാറിച്ചത്. മുംബൈയിലെ വാങ്കഡയിൽ നടന്ന ത്രില്ലിംഗ് ഫൈനലിൽ ശ്രീലങ്കയെ വീഴ്ത്തിയാണ് ധോണിപ്പട കിരീടമുയർത്തിയത്. ഇപ്പോഴിതാ കരീബിയൻ മണ്ണിൽ സൗത്ത് ആഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ച ഇന്ത്യ തങ്ങളുടെ 2-ാം T20 ലോകകപ്പും കൈക്കലാക്കിയിരിക്കുകയാണ്. ഒരു മത്സരം പോലും തോൽക്കാതെയാണ് രോഹിത്തിന് കീഴിൽ ഇന്ത്യ T20 ലോകകപ്പിൽ മുത്തമിട്ടത്. ഒരിക്കൽ കൂടി ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ.